ഇന്ത്യയുടെ മഹാനായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആ ചിദംബരത്തിനെ ഓർമ്മിക്കുമ്പോൾ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ ഒരു ശാസ്ത്ര പ്രതിഭയെക്കുറിച്ച് പറയാം. ഭാരതത്തിൻ്റെ ആണവ സാങ്കേതിക മുന്നേറ്റത്തിന് ഒരു ആയുഷ്കാലം അത്രയും ഊർജം നൽകിയ മഹാനായ ഒരു ശാസ്ത്ര പ്രതിഭയായിരുന്നു ഡോക്ടർ രാജഗോപാല ചിദംബരം. ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്നും PhD നേടിയതിനു ശേഷം ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ചേർന്നു. പൊഖ്റാൻ 1-ലും പൊഖ്റാൻ 2-ലും സുപ്രധാന പങ്കുവഹിച്ച അദ്ദേഹത്തിന്റെ ഉപദേശത്താലാണ് ഉപരോധങ്ങൾ മറികടന്ന് ഭാരതത്തിന് ആണവശക്തി എന്ന പദവി നേടാനായത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ചെയർമാൻ എന്നീ പദവിയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആണവശക്തിയാകുക എന്ന നേട്ടത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കുക എന്ന കനത്ത വെല്ലുവിളി ഏറ്റെടുത്ത അദ്ദേഹം ആദ്യ പൊഖ്റാൻ പരീക്ഷണത്തിനായി മുംബൈയിൽ നിന്നും പ്ലൂട്ടോണിയം ബോൾ അതീവ രഹസ്യമായി രാജസ്ഥാനിൽ എത്തിച്ചതിലും പ്രധാന പങ്കുവഹിച്ചു. മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെ തന്നെ മഹത്തരമായ സംഭാവനകളാണ് ഡോക്ടർ R ചിദംബരവും ഇന്ത്യക്ക് നൽകിയത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ശേഷം കേന്ദ്ര ശാസ്ത്ര ഉപദേഷ്ടാവ് എന്ന പദവി വഹിച്ചതും ഡോക്ടർ R ചിദംബരമായിരുന്നു. പൊഖ്റാൻ 1-ലും പൊഖ്റാൻ 2-ലും ഇരുവരും സുപ്രധാന പങ്ക് വഹിച്ചു എന്നതും എടുത്തു പറയേണ്ടതാണ്. സ്വാശ്രയത്താൽ ഭാരതം ആണവ മേഖലയിൽ ഒരു സുപ്രധാന ശക്തിയാകണം എന്ന ഡോക്ടർ ചിദംബരത്തിന്റെ നിശ്ചയദാർഢ്യം ചിരിക്കുന്ന ബുദ്ധനിലൂടെ ഇന്ത്യയെ ഒരു ആണവശക്തിയാക്കിയപ്പോൾ കോടിക്കണക്കിന് ഭാരതീയരുടെ ആത്മാഭിമാനവും ആത്മവിശ്വാസവുമാണ് വാനോളം ഉയർന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകൾ മാത്രമേ മറ്റ് രാജ്യങ്ങൾക്ക് നൽകാറുള്ളൂ എന്ന തിരിച്ചറിവുണ്ടായിരുന്ന അദ്ദേഹം സ്വാശ്രയത്തിലൂടെ സാങ്കേതിക വിദ്യ ഒരുക്കിയെടുക്കുകയായിരുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികളുടെ ചാര ഉപഗ്രഹങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഡോക്ടർ R ചിദംബരവും ഡോക്ടർ APJ അബ്ദുൽ കലാമുമാണ് ചിരിക്കുന്ന ബുദ്ധൻ എന്ന കോഡ് നാമത്തിൽ ഇന്ത്യയുടെ ആണവ പരീക്ഷണം വിജയകരമായി നടത്തിയത്. പലതരം ഉപരോധങ്ങൾ US ഉൾപ്പെടെ ഇന്ത്യക്ക് മേൽ ചുമത്തിയെങ്കിലും നാം അതെല്ലാം അതിജീവിച്ച് പ്രതിരോധ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും ശക്തരായി. 25 വർഷം മുമ്പ് ഈ നേട്ടത്തിലേക്ക് ഭാരതം കയറിയപ്പോൾ അതിന്റെ അമരത്തിൽ ഒരാളാകാനും ഉപരോധത്തെ തുടർന്ന് സാങ്കേതിക മേഖലയിലെ അതിജീവനത്തിനായി സർക്കാരിന് വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. രാജ്യം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. 88-ാം വയസ്സിൽ അദ്ദേഹം നമ്മെ വിട്ടു പോകുമ്പോൾ രാജ്യം ഈ ശാസ്ത്ര പ്രതിഭയോട് വളരെ കടപ്പെട്ടിരിക്കുന്നു.